നമസ്കാരം പ്രിയമുള്ളവരെ. വളരെ രസകരമായ ഒരു വാർത്തയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. ദൃശ്യമാധ്യമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. അത് വലിയ രസകരമായ ഒരു വാർത്തയാണ്. കാരണം 4 ദിവസങ്ങൾക്കപ്പുറമാണ് രാഹുൽ ഗാന്ധി വലിയ ആരോപണങ്ങൾ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ കോലാഹലങ്ങൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ വളരെ കൃത്യവും ക്രിയാത്മകമായിരുന്നു. അദ്ദേഹം കാര്യകാരണങ്ങൾ നികത്തിയാണ് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് തെറ്റാണെന്ന് അല്പം തലച്ചോറുള്ള ആരും സംശയിക്കുന്നില്ല. അതിലൊരുപാട് ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മിക്കപ്പോഴും ഒരു BHKയിൽ ഒരു ബെഡ്റൂം ഫ്ലാറ്റിൽ 86-90 വോട്ടുകളൊക്കെ ചേർത്തിരുന്നു. ഒപ്പം ചില വോട്ടർമാരുടെ പേര് ABCDGFGH എന്നൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ പേര് GKJLF എന്നൊക്കെ ആയിരുന്നു. വീട്ടുപേര് O എന്നും C എന്നും ഒക്കെ ആയിരുന്നു. അത്തരം കൃത്യതയില്ലാത്ത വിവരങ്ങളൊക്കെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ കൊണ്ടാണ് അദ്ദേഹം ആ പത്രസമ്മേളനം നടത്തിയത്. അവരിൽ പലരും പല സ്ഥലത്തും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ആരോപണങ്ങളെ പറ്റിയൊന്നും അന്വേഷിക്കാതെ ഇപ്പോൾ അദ്ദേഹം ഈ ശകുൻ റാണി എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെ 2 സ്ഥലത്ത് വോട്ട് ഇട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. പക്ഷേ അവർ 2 സ്ഥലത്ത് വോട്ടിട്ട് എന്നതിന് തെളിവില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചത് എന്നാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. എന്ത് രസാവഹമായ ഒരു നോട്ടീസാണെന്ന് നോക്കണേ. ഇത്രയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട്, കാരണം വോട്ടറുടെ പേര് ABCDGFGH, അച്ഛൻ്റെ പേര് JKMLF, വീട്ടുപേര് O എന്നൊക്കെ പറഞ്ഞ് വോട്ടേഴ്സ് ലിസ്റ്റും വോട്ടുകളും ഒക്കെ ചേർത്തിട്ട് അതിൻ്റെ പേരിലൊന്നും അന്വേഷണമില്ല. ഏതോ ശകുൻ റാണി 2 സ്ഥലത്ത് വോട്ടിട്ടെന്ന് പറഞ്ഞത് അതിന് തെളിവില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും തമാശ കലർന്ന സത്യം. മറ്റൊന്ന്, നമ്മൾ പ്രതീക്ഷിച്ചത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രസ്താവന പുറത്തിറക്കുമെന്നാണ്. പക്ഷെ അതുണ്ടായില്ല. ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നതെന്നാണ് വലിയ രീതിയിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് 4 ദിവസങ്ങളാകുന്നു. BJPയുടെ സംഘപരിവാറിന്റെ സൈബർ ഇടങ്ങളൊക്കെ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. എന്തായാലും ആ ആരോപണങ്ങളൊക്കെ ശക്തമായി തന്നെ ഇപ്പോൾ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്നത് വലിയ കാര്യമാണ്. രാഹുൽ ഗാന്ധി വളരെ ക്രിയാത്മകമായിട്ട് തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാത്തത് ഒരുപക്ഷെ നിയമവ്യവസ്ഥ ഈ അടുത്ത കാലത്തായി വിലക്കെടുക്കപ്പെടുന്ന ചില സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ അടുത്ത സമയത്താണ് മഹാരാഷ്ട്രയിൽ BJPയുടെ ഒരു വക്താവ് തന്നെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടുന്ന ഒരു തീരുമാനമുണ്ടായത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഈ ഇത്തരം തിരിമറികൾ അത് ഒരുപക്ഷെ ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നതിനായിരിക്കും തീരുമാനമെടുത്തിട്ടുണ്ടാകുക. ഒരുപക്ഷെ നിയമവ്യവസ്ഥയിൽ നിന്ന് എത്രത്തോളം അതിന് അനുകൂലമായി നടപടികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഭയമുണ്ടാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആണ് മുന്നോട്ട് പോകുന്നതെന്നാണ് വ്യക്തമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു സൈബർ ഇടം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു വെബ്സൈറ്റ് തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ടുകൾ ചെയ്യുന്ന ഒരു തിരക്കിലുമാണ്. അവരുമായി ബന്ധപ്പെട്ട് വലിയ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല മലയാളത്തിലെ ചില ചാനലുകളും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ TV KR പുരയിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ അവിടെയും ഇത്തരം ക്രമക്കേടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുടെ വലിയ വിവരങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റുകൾ അത് പൂട്ടിക്കിടക്കുകയായിരുന്നു എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം അത്തരം രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വിവരങ്ങളൊക്കെ ഒരുപക്ഷെ എഡിറ്റ് ചെയ്ത് മാറ്റുന്നതിനായിരിക്കാം എന്ന ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്ന ഒരു സമയം കൂടിയാണ്. മറ്റൊന്നും, രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ സ്ഥിരം സൈബർ ഇടങ്ങൾ, സംഘപരിവാര സൈബർ ഇടങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണമുണ്ട്. രാജ്യദ്രോഹി, രാജ്യസ്നേഹമില്ലാത്ത ആള്, അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് വളരെ ശരിയുമാണ്. കാരണം ഒട്ടും അടിസ്ഥാനമില്ലാത്ത ഇത്തരം ആരോപണങ്ങൾ, സംഘപരിവാര പ്രൊഫൈലുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ ആക്രമിക്കാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് ഡൊണാൾഡ് ട്രംപും മോഡിയുമായിട്ട് ചില പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഈ താരിഫുമായി ബന്ധപ്പെട്ട് ഒക്കെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് രാഹുൽ ഗാന്ധിയെ സ്വാധീനിച്ച് മോഡിയെ പുറത്തിറക്കുവാൻ നടക്കുന്ന ശ്രമങ്ങളാണ് ഇത്തരം ഈ വോട്ട് അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത് എന്ന പേരിൽ രാഹുൽ ഗാന്ധിക്ക് മേലെ ആക്രമണം സംഘപരിവാര സൈബർ ഇടങ്ങൾ നടത്തുകയാണ്. രസകരമായ ഒരു
കാര്യമെന്ന് വെച്ചാൽ ഈ ട്രംപിന് വേണ്ടി അമ്പലം പണിത സംഘികളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ്. അത് വലിയ തമാശയായി തോന്നുകയാണ്. തൽക്കാലം ഈ വീഡിയോ വിടുവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.